വചനോപാസനയായി വരമഴ പൊഴിയുകയായി വാനവും ഭൂമിയും സംഗീതമാധുരിയിൽ വീണ്ടും ഇണങ്ങുകയായി. വചനോപാസന. സങ്കീർത്തനം 6. ദുഃഖിതന്റെ വിലാപം. കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, ഇനിയും എത്ര നാൾ? കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ. മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല. പാതാളത്തിൽ ആര് അങ്ങയെ സ്തുതിക്കും? കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, കോപത്തോടെ
ശത്രുക്കൾ നിമിത്തം അതു ശയിക്കുന്നു. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, ക്രോധത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. അധർമ്മികളെ, എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. കർത്താവ് എന്റെ വിലാപം കേട്ടിരിക്കുന്നു. കർത്താവ് എന്റെ യാചന ശ്രവിക്കുന്നു. അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. എന്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും. അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. വചനോപാസന. പ്രിയ സഹോദരി സഹോദരന്മാരെ, സങ്കീർത്തന പുസ്തകത്തിലെ 6-ാമത്തെ സങ്കീർത്തനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്നത്. ഈ 6-ാം സങ്കീർത്തനം അനുതാപ സങ്കീർത്തനങ്ങളിൽ പെടുന്നതാണ്. 7 അനുതാപ സങ്കീർത്തനങ്ങളാണ് 150 സങ്കീർത്തനങ്ങളിലുള്ളതിൽ അനുതാപ സങ്കീർത്തനങ്ങളായിട്ട് ഉള്ളതിൽ. അതിൽ ആദ്യത്തെ അനുതാപ സങ്കീർത്തനമാണ് 6-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ദൈവത്തോട് ചില ന്യായവാദങ്ങൾ ഉന്നയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സങ്കീർത്തനത്തെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1 മുതൽ 3 വരെയുള്ളത് പരിഭ്രാന്തനാക്കുന്ന ദൈവമാണ്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ വലിയ മനോവ്യഥയിലാണ്. അദ്ദേഹം പറയുകയാണ്, ദൈവം അദ്ദേഹത്തെ ശത്രുവിനെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനോവ്യഥനയ്ക്ക് കാരണം. ദൈവം കോപിച്ചിരിക്കുന്നു,
ദൈവത്തിൻ്റെ ശിക്ഷയേറ്റ് അദ്ദേഹം തളർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, കർത്താവെ, ഞാൻ തളർന്നിരിക്കുന്നു എന്നും. സങ്കീർത്തനം പറയുകയാണ്, എൻ്റെ അസ്ഥികൾ പോലും ഇളകി എന്നും. അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ അസ്ഥികൾക്ക് തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. പകരം പാപം മൂലം സ്ഥായിത്വവും മനസ്സുറപ്പും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ്. എൻ്റെ അസ്ഥികൾ പോലും ഇളകിയിരിക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ടത് മാനസിക വ്യഥ മൂലം സങ്കീർത്തകൻ്റെ സ്ഥായിത്വവും അതുപോലെ തന്നെ മനസ്സുറപ്പും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ വാക്യത്തിൽ സങ്കീർത്തകൻ പറയുകയാണ്, എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു എന്ന്. ദുഷ്ടരെയാണ് ദൈവം പലപ്പോഴും പരിഭ്രാന്തരാക്കുന്നത്. എന്നാൽ ഇവിടെ ദൈവം സങ്കീർത്തകനെ ഒരു ശത്രുവിനെ പോലെ കരുതുന്നു എന്ന ചിന്തയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ദൈവം പ്രശ്നമായിരിക്കുമ്പോഴും പരിഹാരവും ദൈവത്തിൽ നിന്ന് തന്നെയാണ് എന്നാണ് സങ്കീർത്തകൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ടാണ് മൂന്നാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തിൽ കർത്താവ് ഇനിയും എത്ര നാൾ എന്ന ചോദ്യം സങ്കീർത്തകൻ ഇവിടെ ഉയർത്തുന്നത്. ഇനിയും എത്ര നാൾ ഞാൻ ഈ വ്യഥയിലൂടെയും വേദനയുടെയും കഴിഞ്ഞു പോകണം എന്ന ഒരു ചോദ്യമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ സങ്കീർത്തകൻ ചില ന്യായവാദങ്ങൾ ഉന്നയിക്കുകയാണ്. ഇവിടെ ദൈവത്തെ ശിക്ഷയിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായിട്ടാണ് ഈ സങ്കീർത്തകൻ ഈ ന്യായവാദങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 4-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ, അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ, അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ എന്ന് വീണ്ടും വീണ്ടും സങ്കീർത്തകൻ ദൈവത്തോട് പറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം പിന്തിരിഞ്ഞ് രക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് സ്ഥാപിക്കാനായിട്ട് സങ്കീർത്തകൻ നിരത്തുന്ന കാരണങ്ങൾ വളരെ രസകരമായിട്ട് നമുക്കിവിടെ തോന്നും. ഒന്നാമതായിട്ട് സങ്കീർത്തകൻ പറയുന്നത് ദൈവം കാരുണ്യവാനാണ് എന്നാണ്. ഹെസദ് എന്ന ഹീബ്രു പദമാണ് സങ്കീർത്തകൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹമെന്നാണ്. അപ്പോൾ അതുപോലെ ദൈവം അചഞ്ചലമായ സ്നേഹം ആണെന്ന കാരണത്താൽ രക്ഷിച്ചേ പറ്റൂ എന്നാണ് സങ്കീർത്തകൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുന്നത്. രണ്ടാമതായിട്ട് സങ്കീർത്തകൻ്റെ മരണം കൊണ്ട് ദൈവത്തിന് എന്ത് ഗുണമെന്നാണ് സങ്കീർത്തകൻ ചോദിക്കുന്നത്. തന്നെ ശിക്ഷിച്ചത് കൊണ്ടോ തന്നെ കൊല്ലാനായിട്ട് വിട്ടുകൊടുത്തത് കൊണ്ടോ ദൈവത്തിന് എന്ത് ഗുണം? ദൈവത്തിന് സ്മരണയും സ്തുതിയും ലഭിക്കാൻ താൻ ജീവിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്ന ന്യായവാദമാണ് സങ്കീർത്തകൻ ഇവിടെ ഉന്നയിക്കുന്നത്. മൂന്നാമതായിട്ട് സങ്കീർത്തകൻ്റെ ന്യായവാദം എന്ന് പറയുന്നത് സങ്കീർത്തകൻ്റെ ഹൃദയവ്യഥ ഏത് ഹൃദയത്തെയും അലിയിപ്പിക്കുന്നതാണ്. ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ്, രാത്രി കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണുനീരൊഴുക്കി, എൻ്റെ തലയിണ കുതിർന്നു, കണ്ണുനീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു, ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണുകൾ മുങ്ങുന്നു എന്ന്. അപ്പോൾ ഇവിടെ സങ്കീർത്തകൻ്റെ ആ വലിയ മനോവ്യഥ ദൈവത്തിൻ്റെ മുൻപിൽ സങ്കീർത്തകൻ അവതരിപ്പിക്കുകയാണ്. എത്ര തീവ്രമായിട്ടുള്ള ഒരു ദുഃഖമാണ് സങ്കീർത്തകൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് സങ്കീർത്തകൻ പറയുന്ന ന്യായവാദം ശത്രുക്കളുടെ വക പീഡനവും എനിക്ക് വേറെയുണ്ട് എന്നുള്ളതാണ്. ഈ മനോവ്യഥ കൂടാതെ ബാഹ്യമായിട്ടുള്ള ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള വ്യഥയും എനിക്കുണ്ട്. ഇതുമൂലം സങ്കീർത്തകൻ രോഗിയായിട്ട് തീർന്നിരിക്കുന്നു എന്നും സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുകയാണ്. കണ്ണുകൾ മങ്ങുന്നതും ക്ഷയിക്കുന്നതും ബൈബിളിലെ രോഗത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, ദുഃഖങ്ങൾ കൊണ്ട് എൻ്റെ കണ്ണുകൾ മങ്ങുന്നു, ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അത് രോഗലക്ഷണങ്ങൾ ആണ്. ബൈബിളിൽ കണ്ണുകളുടെ കാഴ്ച മങ്ങുന്നതും
ക്ഷയിക്കുന്നതും ഒക്കെ. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വിലാപം കേൾക്കുന്ന കർത്താവ് സങ്കീർത്തകൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സങ്കീർത്തകൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ, സങ്കടങ്ങളിൽ ഇടപെടുന്ന കർത്താവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശത്രുക്കൾ ലജ്ജിതരാകും എന്ന് സങ്കീർത്തകന് ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടൽ വഴിയായിട്ട് ശത്രുക്കൾ ലജ്ജിതരായിട്ട് മാറും എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നത്. സങ്കീർത്തകൻ്റെ പരിഭ്രാന്തി ഇപ്പോൾ തന്നിൽ നിന്ന് മാറി ശത്രുക്കളുടേതായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ സങ്കീർത്തനത്തെ നാം ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവകരുണയും മഹത്വത്തെയും കുറിച്ചുള്ള ബോധ്യം എൻ്റെ ബലഹീനതകളെയും പ്രശ്നങ്ങളെയും കുറവുകളെയുമൊക്കെ അതിജീവിക്കുന്നതിനായിട്ട് എന്നെ ശക്തനാക്കും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരുണയെയും മഹത്വത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബലഹീനതയെയും കുറവുകളെയുമൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. രണ്ടാമതായിട്ട് ദൈവത്തിരുമുമ്പിൽ സങ്കീർത്തകൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്ര വലുതാണ്. തൻ്റെ ഹൃദയവികാരങ്ങൾ മുഴുവനും ദൈവത്തോട് സങ്കീർത്തകൻ പറയുകയാണ്. സങ്കീർത്തകൻ്റെ ശൈലിയിൽ ദൈവത്തോട് സംവദിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? എല്ലാം തുറന്ന് ദൈവത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നതിനായിട്ട് വയ്ക്കുന്നതിനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടോ എന്ന് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ എന്ന കർത്താവിൻ്റെ വചനങ്ങൾ ഹൃദിസ്ഥമാക്കിയാൽ എൻ്റെ പരീക്ഷകൾക്ക് അത് ഒരു പരിഹാരമായിട്ട് കാണുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമാണ് എങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ആകുലപ്പെടുന്നത്, ഞാനെന്തിനാണ് അസ്വസ്ഥനാകുന്നത്, ഞാനെന്തിനാണ് ദുഃഖിതനായിരിക്കുന്നത് എന്ന ഒരു ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരുന്നതിനും സന്തോഷത്തോടുകൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് 6-ാം സങ്കീർത്തനം നമ്മുടെ മുൻപിൽ എടുത്തു വയ്ക്കുന്ന സന്ദേശം. വചനോപാസന. യേശു 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 എന്നാഥൻ നീ, യേശു എൻ രക്ഷ നീ, അരുളും പൊരുളും നീ. പറയുന്നു ഞാൻ നന്ദി, അകതാരിനിതൾ തന്നിൽ കരുതുന്നു ഞാൻ നന്ദി നിനക്കായി ദേവാ. യേശു എന്നാഥൻ നീ, യേശു എൻ രക്ഷ നീ, അരുളും പൊരുളും നീ. പറയുന്നു ഞാൻ നന്ദി, അകതാരിനിതൾ തന്നിൽ കരുതുന്നു ഞാൻ നന്ദി നിനക്കായി ദേവാ. യേശു എന്നാഥൻ നീ. പുണ്യത്തിൻ അവതാരമേ, നന്മയ്ക്കു കേദാരമേ. പുണ്യത്തിൻ അവതാരമേ,
കേദാരമേ നശ്രായനേ സ്വർഗസ്ഥനേ നശ്രായനേ സ്വർഗസ്ഥനേ നീ എനിക്കേകിടും സന്തോഷമേതിനും പകരമായി എന്തു ഞാൻ നൽകിടേണ്ടു യേശു എന്നാഥൻ നീ യേശു എൻ്റെ രക്ഷ നീ അരുളും പൊരുളും നീ പറയുന്നു ഞാൻ നന്ദി അകതാരിനിതൾ തന്നിൽ കരുതുന്നു ഞാൻ നന്ദി നിനക്കായി ദേവാ യേശു എന്നാഥൻ നീ ദൈവത്തിൻ പ്രിയസൂനുവേ നന്മയ്ക്കു കേദാരമേ ദൈവത്തിൻ പ്രിയസൂനുവേ പാപിതൻ സങ്കേതമേ ദൈവത്തിൻ പ്രിയസൂനുവേ പാപിതൻ സങ്കേതമേ ആരാധ്യനേ അജപാലനേ ആരാധ്യനേ അജപാലനേ നീ എനിക്കേകിടും സന്തോഷമേതിനും പകരമായി എന്തു ഞാൻ നൽകിടേണ്ടു യേശു എന്നാഥൻ നീ യേശു എൻ്റെ രക്ഷ നീ അരുളും പൊരുളും നീ പറയുന്നു ഞാൻ നന്ദി അകതാരിനിതൾ തന്നിൽ കരുതുന്നു ഞാൻ നന്ദി നിനക്കായി ദേവാ യേശു എന്നാഥൻ നീ സഗമ ഗമധ ഗമധനിസ ഗമധനിസ ഗമധനിസ